ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ സമയത്ത്, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ പ്ലാനിൽ, നമ്മുടെ പദ്ധതികളിൽ ഹല്ലേലൂയ, സ്തോത്രം എല്ലാം നടന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ദൈവത്തെ വേണ്ട. പക്ഷെ നമ്മുടെ സമയത്തല്ലാതെ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം കടന്നു വന്നാൽ, കർത്താവ് നിന്റെ കുടുംബത്തിൽ കടന്നു വന്നാൽ, നിന്റെ വിഷയത്തിന് കടന്നു വന്നാൽ ദൈവത്തിന്റെ മറുപടി വലുതായിരിക്കും. ഒരിക്കൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ബൈബിളിലെ ഒരു കാര്യം നമുക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ബഥാനി എന്ന് പറഞ്ഞൊരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ലാസർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. തനിക്ക് 2 സഹോദരിമാരുണ്ടായിരുന്നു, മാർത്തയും മറിയയും. ഹല്ലേലൂയ, അവർ സന്തോഷം. പലപ്പോഴും കർത്താവ് അവിടെ പോയിട്ടുണ്ടായിരിക്കാം, അവരെ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഹല്ലേലൂയ, സ്തോത്രം, എന്ത് സംഭവിച്ചു? ലാസർ മരിച്ചുപോയി. ലാസർ മരിച്ചു പോയിട്ട് 4 ദിവസം കഴിഞ്ഞു. ആ ഭവനത്തിൽ കണ്ണീരാണ്. സകല പ്രതീക്ഷകളും അടങ്ങി, എല്ലാ പ്രതീക്ഷകളും തകർന്നു. ഇനി ആ ഭവനത്തിൽ അല്ലെങ്കിൽ ആ സഹോദരികൾക്ക് ഒരു അത്താണിയായിട്ട് അവിടെ ഒരു സഹോദരൻ ഇല്ല, ഒരു കൈത്താങ്ങലായിട്ട് ഒരു സഹോദരൻ അവിടെ ഇല്ല. അല്ലെങ്കിൽ വളരെ പ്രയാസത്തിലാണ്. ഇനി അവരുടെ ജീവിതം എങ്ങോട്ട് മുമ്പായി പോകും? അല്ലെങ്കിൽ ചീഞ്ഞു തുടങ്ങിയ അവസ്ഥ, ചീഞ്ഞു നാറിയ അവസ്ഥ, മരിച്ച മനുഷ്യന്റെ ശരീരം അഴുകി തുടങ്ങിയ അവസ്ഥയിലേക്ക് എത്തിയ ദിവസം. ശിഷ്യന്മാർ പോലും പലപ്പോഴും ചോദിച്ചു, ഇന്നയാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ നീ പോകുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, മഹത്വം, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, എല്ലാവരുടെയും പ്രതീക്ഷ അസ്തമിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കർത്താവോടെ ചെന്നത്. കർത്താവോടെ ചെന്ന് കഴിഞ്ഞിട്ട് ലാസറിനെ അടക്കിയിരിക്കുന്ന കല്ലറ എവിടെയെന്ന് ചോദിച്ചു. മാർത്തയും മറിയയും എന്നവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ, കല്ലറയുടെ അടുക്കലേക്ക് ചെന്നിട്ട് കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു. കല്ലുരുട്ടി മാറ്റിയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ 4 ദിവസം മരിച്ച് നാറ്റം വെച്ചവനായ ലാസർ പുറത്തു വന്നെങ്കിൽ നിന്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്നിടത്തു നിന്നാണ് ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ, നിനക്ക് ഒരിക്കലും പുറത്തു വരാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചില കല്ലറയുടെ മുമ്പിൽ കല്ലുരുട്ടി വെച്ചതുപോലെ ചില വിഷയങ്ങൾ അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഇത് പുറത്തു വരുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അടക്കി വെച്ചിരിക്കുന്ന, ഒതുക്കി വെച്ചിരിക്കുന്ന ചില വിഷയത്തിന്റെ മേൽ മറുപടി വെളിപ്പെടാൻ കർത്താവ് നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, കർത്താവ് നിന്റെ ഭവനത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. കർത്താവിന്റെ ഒരു വാക്കിനാൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ആകാശം ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആകാശം ഉളവായെങ്കിൽ ഹല്ലേലൂയ, ഈ ഭൂമിയും ഇതിലെ ഭൂജലങ്ങളും ഇതിനകത്തിലെ സസ്യങ്ങളും വൃക്ഷങ്ങളും സകലതും ഉളവാകട്ടെ ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവായെങ്കിൽ അതേ അരുമനാഥന്റെ വാക്ക് നിന്റെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും ഹല്ലേലൂയ ചില അല്ലെങ്കിൽ ഉരുട്ടിവെച്ച കല്ല് പോലുള്ള അല്ലെങ്കിൽ ഒരിക്കലും ഉയരത്തിലെന്ന് പറഞ്ഞ ചില വിഷയത്തിന്റെ മേല് അതേ ശബ്ദം, ഇമ്പശബ്ദം നമ്മുടെ കാതുകളെ ഹല്ലേലൂയ, സ്തോത്രം, ആ ഇമ്പകരമായി കേൾക്കുന്ന ആ മൃദുസ്വരം അല്ലെങ്കിൽ ഒന്ന് കേട്ടാൽ മാത്രം മതി, നിന്റെ വിഷയത്തിന് മറുപടി വെളിപ്പെടാൻ പോവുകയാണ്. 100% ഉറപ്പാണ്. നമ്മളൊന്ന് വിശ്വസിച്ചാൽ മതിയെന്നേ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ന്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25:4. ഹല്ലേലൂയ. കേട്ടോ, ഭയങ്കരന്മാരുടെ ചീറ്റൽ എങ്ങനെയാണ്? മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗവും, ദരിദ്രന് അവന്റെ കഷ്ടത്തിൽ ഒരു കേട്ടോ, ഹല്ലേലൂയ, കൊടുങ്കാറ്റിലൊരു ശരണം, ഉഷ്ണത്തിലൊരു ആര്? നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. ഒന്നുകൂടെ ആ വാക്യം ഒന്നുകൂടെ നിർത്തി ഒന്ന് വായിച്ചാട്ടെ. നിങ്ങളത് ഏറ്റെടുത്താട്ടെ, ആ വചനം ഒന്ന് ഏറ്റെടുത്താട്ടെ. ശത്രുവിന്റെ ചീറ്റൽ എങ്ങനെയാണ്? മതിലിന്റെ നേരെ ഒരു കൊടുങ്കാറ്റടിക്കുന്നത് പോലെ. കഴിഞ്ഞ നാളുകളിലുള്ള നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ കൊണ്ട് അപായപ്പെടുത്തി, നമ്മളെ കൊണ്ട് കുടുക്കിൽപ്പെടുത്തി, നമ്മളെ കൊണ്ട് രസകരമായിട്ടും ഹല്ലേലൂയ, സ്തോത്രം, നമ്മളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലും നമ്മളെ കുറിച്ച് ഹല്ലേലൂയ, സ്തോത്രം, പല രീതിയിലും ഇപ്പോഴൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സാമ്പത്തിക മേഖലകളിലാണ് ഇങ്ങനെ ഒരു സംഭവം ഇറങ്ങിയിരിക്കുന്നത്. അല്ലേ ജഗൻ എപ്പോഴും കമ്പ്യൂട്ടറിനൊക്കെ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അറിയാം. ഞാനും ബാങ്കിൽ ജോലി ചെയ്ത ഒരാളാണ്. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചൊക്കെ എനിക്കറിയാം. ഞാൻ ICICI പ്രൊഡൻഷ്യൽ പോലുള്ള ബാങ്കിൽ ജോലി ചെയ്ത ഒരാളാണ്.
നമ്മളെ കുറിച്ച് ഭയങ്കര മോഹന വാഗ്ദാനങ്ങൾ തരും. നിങ്ങൾ ഇത്ര രൂപ ഇവിടെ കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാസം കഴിയുമ്പോൾ ഇത്ര കിട്ടും, അത് ഇത്ര എടുത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇരട്ടി ലാഭത്തിലാണ്, ഈ കമ്പനി ഇതുപോലെ ലാഭത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്, അതിന്റെ ലാഭം കൂടുമ്പോൾ നിനക്കും ലാഭം കൂടും. 6 മാസം കഴിയുമ്പോൾ, അഥവാ പോട്ടെ 1 വർഷം കഴിയുമ്പോൾ, 5 വർഷം കഴിയുമ്പോൾ നീ ഈ പൈസ എടുക്കാൻ വേണ്ടി ചെന്ന് കഴിയുമ്പോൾ പറയും കമ്പനിയേ ഇല്ലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരത്തെ എയറോഡ്രോമിലൊക്കെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേന് നമുക്കറിയായിരുന്നു ഇൻഡിഗോ ആയിരുന്നു എപ്പോഴും പറന്നുകൊണ്ടിരുന്നത്, അല്ലെ? ഇന്ത്യൻ എയർലൈൻസ് പോലും പൊട്ടിപ്പോയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പൊ ഇൻഡിഗോ ഇല്ലെന്ന, ഫ്ലൈറ്റിന്റെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെല്ലാം പലതും നിലച്ചു പോയെന്ന് പണ്ട് പറയുമായിരുന്നു. അതായിരുന്നു ഏറ്റവും നല്ല കമ്പനി എന്ന് പറയുമായിരുന്നു. ഹല്ലേലൂയ. എന്തിനു വേറെ അങ്ങനെ എത്രയോ കമ്പനികൾ പൊട്ടിപ്പോയി. അപ്പൊ നിന്റെ കയ്യിൽ പൈസ മേടിച്ച് ഇതിൽ ഷെയർ മാർക്കറ്റിലുണ്ട്, അത് ഷെയർ മാർക്കറ്റില്ല, ഇത് ഷെയർ മാർക്കറ്റില്ല. എത്രയോ നാൾ അട്ടകടി കൊണ്ട് കഷ്ടപ്പെട്ട് എത്രയൊക്കെയോ പ്രയാസങ്ങൾ, എത്ര കിലോമീറ്ററുകൾ വണ്ടി ഓടിച്ച് എത്രയൊക്കെയോ ബുദ്ധിമുട്ടി സഹിച്ച് ഉണ്ടാക്കി അധ്വാനിച്ച് എടുത്തിരിക്കുന്ന. ഇപ്പൊ നേരത്തെ റേച്ചാൻ പറഞ്ഞു, റേച്ചാൻ എന്ന് പറഞ്ഞ ഉറക്കമേ ഇല്ലാത്ത മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് നൈറ്റ് ഡ്യൂട്ടി, അങ്ങനെ രാത്രി എത്രയോ നൈറ്റില് അവിടെ പോയി ഒരു കണ്ണ് ചിമ്മാൻ പറ്റത്തില്ല. അതുപോലെ ഇരുന്ന് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കിട്ടിയതായിട്ടുള്ളൊരു നന്മയൊക്കെ പലപ്പോഴും നമ്മളെ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഹല്ലേലൂയ തകർത്ത് കളയുന്ന ഒരു കൊടുങ്കാറ്റ് പോലെ, ഒരു മതിലിന്മേൽ അടിച്ച് അതിനെ തകർത്ത് കളയുവാൻ തക്കവണ്ണം കടന്നു വരുന്ന അല്ലെങ്കിൽ ഒരു വലിയ കൊടുങ്കാറ്റ് പോലെ പലപ്പോഴും നമ്മളെ ഉടച്ചു കളയുവാൻ തക്കവണ്ണം, അല്ലെ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്ക്, അല്ലെ, വലിയൊരു കാറ്റ് വന്നടിച്ചപ്പോൾ അത് നിലമ്പൊത്തുവാൻ തക്കവണ്ണം എത്തുന്നു. കാറ്റ് പലതിനും തകർക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ശത്രുവിന്റെ ഒരു ചീറ്റൽ പലപ്പോഴും നമ്മളെ തകർത്ത് കളയാൻ വേണ്ടി ചീറ്റിക്കഴിഞ്ഞപ്പോഴും എന്തായിരുന്നു നമുക്ക് ആശ്രയം? ഇവിടെ വചനം പറയുകയാണ്, നീ എളിയവന്. ധനവാനാണോ? ഉന്നതനാണോ? പ്രമുഖനായിട്ടുള്ളവനാണോ? പ്രശസ്തിയുള്ളവനാണോ? ഇല്ലെന്നേ. ദൈവസന്നിധിയിൽ എളിയവനായിട്ട് താഴ്ത്തിയേൽപ്പിച്ചു കൊടുത്ത അപ്പാ, ഹല്ലേലൂയ, എനിക്കിപ്പോ ആരും ആശ്രയമില്ല, ആശ്രയിക്കാൻ എനിക്കൊരു നാമമേ ഉള്ളൂ, എന്റെ യേശുവിന്റെ നാമം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് താഴ്മയോടെ എളിമയോടെ നീ ആ ദൈവസന്നിധി താഴ്ത്തിയേൽപ്പിച്ചു കൊടുത്തെങ്കിൽ ആ നിനക്ക് ദൈവം ഒരു ദുർഗമായി മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദുർഗം മാത്രമാണോ? പിന്നെ പറയുകയാണ്, ദരിദ്രൻ അവന് കഷ്ടത്തിലൊരു കോട്ടയാ. ദരിദ്രൻ അവന് കഷ്ടത്തിലൊരു കോട്ട. കോട്ട എന്ന് പറഞ്ഞാൽ എന്നാ മക്കളെ? പണ്ടൊക്കെ പട്ടണങ്ങൾക്ക് ഒരു കോട്ടയുണ്ടായിരുന്നു, അല്ലെ? കോട്ട വാതിലുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മുടെ പാലക്കാട് ചെന്ന് കഴിഞ്ഞാൽ കോട്ടവാതിൽ എന്ന് പറഞ്ഞ സ്ഥലം തന്നെയുണ്ട്, അല്ലെ? ഹല്ലേലൂയ, സ്തോത്രം. കാരണം ആ പട്ടണം സംരക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം വലിയ മതിൽ കെട്ടി കാക്കുന്നതിനാണ് ഈ കോട്ട എന്ന് പറയുന്നത്. ഏത് രാജ്യത്ത് നിന്ന് ഏത് ശത്രു വന്നു കഴിഞ്ഞാലും ആ മതിലിനകത്തൊന്ന് കയറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകതരം വാതിലുകളും വലിയ വലിയ ഇരുമ്പിന്റെ ഓടാമ്പലുകളും ഒക്കെ ഉണ്ട്. അത് ഒന്ന് പൊളിച്ചു കയറണേ ഭയങ്കര പാടാ. എന്ന് പറഞ്ഞതുപോലെ കഷ്ടതയുടെ അനുഭവം, തീച്ചൂടുടെ അനുഭവം നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ, അല്ല നിനക്ക് ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ കോട്ട വരുമ്പോൾ നിന്നെ തകർത്ത് കളയാൻ ഒരു ശത്രുവും പദ്ധതിയിടത്തില്ലെന്ന്. ശത്രുവിന് നിന്നെ തകർത്ത് കളയാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. കടക്കണി വന്നപ്പോൾ, അല്ലെങ്കിൽ കഷ്ടത വന്നപ്പോൾ എത്രയോ പേർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അത് കാരണം അവന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. എന്താണ്? ആ കഷ്ടതയുടെ നടുവിൽ അവന് കോട്ടയായിട്ട് ദൈവമില്ലായിരുന്നു. ശരിയല്ലേ അമ്മ? നമ്മുടെ ഇവിടെ 20 രൂപ കിട്ടാഞ്ഞിട്ട് ഒരാൾ നടന്നു പോയിട്ട് അതേ ആ മലയുടെ അപ്പുറത്ത് യൂക്കാലിക്കമ്പ തൂങ്ങി മരിച്ചില്ലേ? ആരാണെന്ന് പേര് ഞാൻ പിന്നെ പറയാം. അമ്മയ്ക്കറിയാം. ആ അമ്മ പറഞ്ഞു, ഹല്ലേലൂയ, വെറും 20 രൂപ കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഒരു ചാൺ കയറയില് യുക്കാലിയിൽ ആ മലയിൽ ആ സൈഡിൽ ആ മലയുടെ ചരിവിൽ തൂങ്ങി മരിച്ചെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ പറയട്ടെ, നിന്റെയും എന്റെയും ജീവിതത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഇതിലും വലിയ സാമ്പത്തിക ബാധ്യതകളും പ്രയാസങ്ങളും ഒക്കെ വന്നപ്പം, ഹല്ലേലൂയ, എപ്പോഴോ ഹല്ലേലൂയ മരണത്തിന്റെ മുമ്പിൽ നമുക്ക് പോകാമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം, പിശാചിട്ട പദ്ധതിയിലേക്ക് നമുക്കും പോകാമായിരുന്നു. പക്ഷെ അവിടെ ഒന്നും പോകാതെ പിശാച്
പിശാചിന്റെ തന്ത്രങ്ങൾ നമ്മുടെ മേൽ ജയിക്കാൻ ഇടവരുത്താതെ നമ്മുടെ അതേ മനുഷ്യന്റെ പോലുള്ള ചിന്തയെ നമുക്കുള്ളൂ. അവന്റെ തലച്ചോറ് പോലെ നമുക്കും തലച്ചോറുള്ളൂ, അവന്റെ തീരുമാനങ്ങൾ പോലെ നമുക്കും തീരുമാനമുള്ളൂ. പക്ഷെ ഈ തീരുമാനത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. പിശാചിന്റെ പദ്ധതിക്ക് അല്ലെങ്കിൽ നമ്മൾ അടിമയാകരുതെന്നൊരു തീരുമാനം എടുക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോട്ടയായി നിന്നത് ആരാണെന്നറിയാവോ? കഷ്ടത്തിൽ കോട്ടയായി നിന്നത് ആരാണെന്നറിയാവോ? നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമൊന്നുണ്ടതുകൊണ്ട് മാത്രമാണ് ആ യേശു നിന്നെ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. അവൻ എന്റെ കഷ്ടതയിൽ കോട്ടയായിരുന്നു. അടുത്തത്, കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിലൊരു തണലുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉഷ്ണത്തിൽ ഒരു തണലുമാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നനേവർ നമുക്ക് തണലായിരിക്കുമെന്ന് കരുതിയവർ തണല് പോയിട്ട് നാം നിൽക്കുന്ന സ്ഥലത്ത് നമുക്കേറെ ദൂരെ മാറി നിൽക്കുക. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഓർത്തിട്ടില്ലേ, നമ്മളെന്തോരം സഹായിച്ചിട്ടുണ്ടാവേ, നമ്മളെന്തോരം കൂടെ നിർത്തിയിട്ടുണ്ടാവേ, നമ്മളെന്തോരം അവരെ ചേർന്ന് നിർത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. സ്വന്തം സഹോദരങ്ങൾ ഇല്ലേ മോണ? ഇല്ലേ? പറയാൻ മേലെ, ചിന്തിക്കാൻ മേലെ, ശരിയല്ലേ? എത്ര ചേർത്ത് നിർത്തിയിട്ടുണ്ട്, എത്ര സഹായിച്ചിട്ടുണ്ട്, എന്തോരം കരുതിയിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഒരു പായി കിടന്നുറങ്ങിയിട്ടില്ലേ, ഒരു പ്ലേറ്റിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടില്ലേ. നിന്റെ ഒരു കഷ്ടതയുടെ അനുഭവം നിനക്ക് വന്നപ്പോ അവൻ നിനക്കൊരു തണലായിട്ട് നിന്നോ? അവൻ നിനക്കൊരു തണലായിട്ട് നിന്നോ? നിനക്കൊരു ആശ്വാസമായിട്ട് നിന്നോ? ഉഷ്ണത്തിന്റെ അനുഭവത്തിൽ തകർന്നു പോകാവുന്ന സാഹചര്യത്തിൽ അവൻ നിന്നിൽ നിന്ന് മാറി നിന്നപ്പോ ഹല്ലേലൂയ, സ്തോത്രം. രണ്ട് കരവും കാലുറിയിൽ ഏൽപ്പിക്കപ്പെട്ട് കൊടുത്തിട്ട് ഹല്ലേലൂയ, കാലുകൾ പച്ചിരുമ്പാണികൾക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഹല്ലേലൂയ, സ്തോത്രം, ഇരുഭാഗത്തെ നിരപ്പാക്കിക്കൊണ്ട് ഒരുവൻ തണലായി നിന്നു. യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ആ ദൈവം നമുക്ക് തണലായിട്ട് നിന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ജീവനോടുകൂടി ആയിരിക്കുന്നത്. ആ കർത്താവ് നമ്മളോട് മനസ്സരിച്ചത് കൊണ്ടാണ്, ആ കർത്താവ് നമ്മളോട് സ്നേഹിച്ചത് കൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോഴും എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞപ്പോഴും പല വൈദ്യന്മാരാലും നമ്മളെ തള്ളപ്പെട്ടപ്പോഴും ഇനി ഇവനൊരു ജീവിതം ഉണ്ടാകത്തില്ല, ഇനി ഇവനൊരു ലൈഫ് ഉണ്ടാകത്തില്ല, ഇനി ഇവൻ എഴുന്നേറ്റ് നടക്കത്തില്ല, അല്ലെങ്കിൽ ഇവനെ ഈ രോഗം കാർന്നു കളയും, 4th സ്റ്റേജും കഴിഞ്ഞു, 5th സ്റ്റേജും കഴിഞ്ഞു, ഇനി ഒരു രക്ഷയുമില്ല, യാതൊരു മരുന്നിനാലും ഇവൻ വിടുവിക്കപ്പെടത്തില്ല, എത്ര റേഡിയേഷൻ ചെയ്താലും എത്ര കീമോ ചെയ്താലും ഇവന് അല്ലെങ്കിൽ ഒരു വിടുതലില്ല എന്നൊക്കെ പറഞ്ഞു കാണുമായിരിക്കും. നമ്മൾ തണലാകുമെന്ന് ആശ്രയിച്ച ആഗ്രഹിച്ച ആശുപത്രികൾ പലതും നമ്മളെ കൈവിട്ട് കളഞ്ഞപ്പോൾ, പല ഡോക്ടേഴ്സ് നമ്മളെ കൈവിട്ട് കളഞ്ഞപ്പോൾ, പല ആരുടെ സാമ്പത്തിക സഹായം നമുക്ക് തരാമെന്ന് പറഞ്ഞ നമ്മളെക്കാളും ധനികരായിട്ടുള്ളവർ എല്ലാവരും നമ്മളെ കൈവിട്ട് കളഞ്ഞപ്പോൾ ഹല്ലേലൂയ, കൈവിടാതെ നിന്റെ കൂടെ ഇരിക്കുന്ന, കൈവിടാതെ നിന്റെ കൂടെ നിന്നെ ചേർത്ത് നിർത്തുന്ന ഒരേ ഒരു ദൈവം, അത് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ, കരങ്ങളെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം നല്ലൊരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു.